ഇന്ന് നടക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആശ്ചര്യം ജനിക്കാം. കാരണവും കാര്യവും പൂർണ്ണമായും പലരും മറച്ചുവെക്കുന്നുണ്ട്. നീറ്റ് പരീക്ഷയുടെ പേരിലാണ് പാറ്റ എന്ന പേരിൽ ഒരു സംഘടന സംവിധാനം ചെയ്ത് ഇവിടെ സമരം തുടങ്ങിയത്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച, അത് ഉത്തരവാദി ഉദ്യോഗസ്ഥരാണെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിക്ക് മറുപടി പറയേണ്ടതുണ്ട്. എന്നാൽ ആ ക്രമക്കേടുകളെല്ലാം വിദ്യാർത്ഥികളുടെ ആവശ്യം ഉന്നയിച്ചും വിദ്യാർത്ഥികളുടെ അഭിപ്രായം മാനിച്ചും നടപടി സ്വീകരിക്കുകയും ന്യൂനതകളെല്ലാം പരിഹരിക്കുകയും പരീക്ഷ വളരെ സുരക്ഷിതമായി നടത്തുകയും തെറ്റുകാർക്കെതിരെ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടും പ്രശ്നം പരിഹരിച്ചിട്ടും സമരം തുടങ്ങുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. സമരം വിദ്യാർത്ഥികളുടെ ആവശ്യം ഉന്നയിച്ചിട്ടാണെങ്കിലും അതൊരു പുകമറ മാത്രമാണ്. അതിന് പിന്നിൽ അവരുടെ അജണ്ട കേന്ദ്രഭരണം താഴെയിറക്കുക എന്നതു തന്നെയാണ്. അല്ലെങ്കിൽ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിച്ച് വിദേശ ശക്തികൾക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാക്കുക എന്നതും ഒരു ലക്ഷ്യമായിരിക്കാം. എന്തായാലും ഇവരുടെ ലക്ഷ്യം നല്ലതല്ല. വിദ്യാർത്ഥികൾ തിരിച്ചറിയുക, കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും വയോജനങ്ങളുടെയും കർഷകരുടെയും ഉന്നമനത്തിനു വേണ്ടിയാണ് ഭരിക്കുന്നത്. അത് ഇന്ന് എല്ലാവർക്കും തിരിച്ചറിയാവുന്ന കാര്യമാണ്. ബംഗ്ലാദേശിൽ ഇതേ മോഡൽ സമരം നടന്നതും നമ്മൾ തിരിച്ചറിയണം.